ആഴ്ചയിലെ പ്രധാന ലോകവാർത്താ വിശേഷങ്ങളുമായി ലോകം പോയ വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ US സൈന്യം ആക്രമണം തുടരുമ്പോൾ അമേരിക്കയുടെ യുദ്ധച്ചെലവ് കുതിച്ചുയരുന്നതായുള്ള വാർത്തകൾ ഈ ആഴ്ച പുറത്തു വന്നിരുന്നു. പശ്ചിമേഷ്യൻ പോർക്കളത്തിൽ സൈനിക നീക്കം ശക്തമാക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ളിൽ രാഷ്ട്രീയ സുനാമി സൃഷ്ടിക്കുകയാണ് യുദ്ധച്ചെലവുകൾ. പ്രതിദിനം കോടിക്കണക്കിന് ഡോളർ പുകഞ്ഞു തീരുമ്പോൾ ഭരണകൂടത്തിനെതിരെ ജനവികാരവും രാഷ്ട്രീയ എതിർപ്പുകളും ഇരമ്പുകയാണ്. ഇടക്കാല തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വൈറ്റ് ഹൌസിനെ പിടിമുറുക്കുന്ന പുതിയ പ്രതിസന്ധികളുടെ വിശദാംശങ്ങൾ നോക്കാം. യുദ്ധപ്പറമ്പിൽ മിസൈലുകൾ പായുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളെയും ഖജനാവിനെയും ഭയന്നു തുടങ്ങുകയാണ് വാഷിംഗ്ടൺ. അനാവശ്യ യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന യുദ്ധച്ചെലവിന്റെ കണക്കുകൾ പുറത്തുവരുന്നത്. സെപ്റ്റംബർ അവസാനം വരെയുള്ള ആക്രമണങ്ങൾക്കായി മാത്രം $37.5 ബില്യൺ അമേരിക്ക ചിലവഴിച്ചത്. അതായത് യുദ്ധത്തിന്റെ തുടക്കത്തിലെ കേവലം 6 ദിവസത്തിനുള്ളിൽ മാത്രം പൊടിഞ്ഞത് $11.3 ബില്യൺ. സൈനിക സജ്ജീകരണങ്ങൾക്കും പരിശീലനങ്ങൾക്കും തടസ്സമില്ലാതെ മുന്നോട്ടു പോകാൻ $90 ബില്യൺ അടിയന്തര ധനസഹായം കൂടി അനുവദിക്കണമെന്ന് കോൺഗ്രസിനോട് പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തുക അനുവദിച്ചില്ലെങ്കിൽ പ്രതിരോധ ബജറ്റിൽ വൻ വെട്ടിക്കുറവുകൾ വരുത്തേണ്ടി വരുമെന്നാണ് പെന്റഗണിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ആക്രമണം നീണ്ടുപോകുന്നതിൽ US ജനതയ്ക്കിടയിൽ അമർഷം പുകയുകയാണ്. നികുതിപ്പണം വിദേശ യുദ്ധങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനെതിരെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും ഭരണപക്ഷത്തെ ചില വിഭാഗങ്ങളും ഒരുപോലെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ 6 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ യുദ്ധച്ചെലവുകളും പണപ്പെരുപ്പവും പ്രധാന വിഷയമായി ഉയരുമെന്ന് ഉറപ്പായി. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ സമ്മർദ്ദവും മുറുകുമ്പോൾ ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ അമേരിക്ക നിലപാട് മാറ്റാൻ നിർബന്ധിതരാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അയൽ രാജ്യങ്ങളായ ഇന്ത്യയുമായും ചൈനയുമായും തുല്യമായ നയതന്ത്ര ബന്ധം നിലനിർത്തുന്നതിനായി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ തന്റെ കർശനമായ നയതന്ത്ര നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതായി പുറത്തുവരുന്നു റിപ്പോർട്ടുകൾ. വിദേശ അംബാസഡർമാരായി വ്യക്തിഗതമായി കൂടിക്കാഴ്ച നടത്തില്ലെന്ന മുൻ തീരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം പിന്മാറുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ആഴ്ച തന്നെ ഇരു രാജ്യങ്ങളുടെയും അംബാസഡർമാരുമായി അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്ത്യയെയും ചൈനയെയും നേപ്പാൾ ഒരുപോലെയാണ് കാണുന്നതെന്ന ശക്തമായ സന്ദേശം നൽകുന്നതിനായി ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ, ചൈനീസ് അംബാസഡർ ഷാങ് മാവോമിങ് എന്നിവരുമായി ഒരേ ദിവസം തന്നെയായിരിക്കും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയെന്നാണ് കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂയോർക്ക് സന്ദർശനത്തിനെത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിന്റെ നിയമവശങ്ങൾ ആലോചിക്കുന്നതായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മന്ദാനിയുടെ വെളിപ്പെടുത്തൽ ലോക രാഷ്ട്രീയത്തിൽ ചർച്ചയായ മറ്റൊരു സംഭവം. എന്നാൽ അമേരിക്കയിൽ എവിടെ വെച്ചും ബെന്യാമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സെപ്റ്റംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ സന്ദർശനത്തിന് എത്തുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയറെ പേരെടുത്ത് പരാമർശിച്ചില്ലെങ്കിലും അമേരിക്കയിൽ വെച്ച് ബെന്യാമിൻ നെതന്യാഹുവിനെ ഒരു തരത്തിലും അറസ്റ്റ് ചെയ്യില്ലെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് കുറിച്ചത്. അടുത്തിടെ ന്യൂയോർക്ക് ടൈംസുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ന്യൂയോർക്ക് നഗരത്തിലെത്തിയാൽ നിയമപരമായി എന്ത് നടപടിയെടുക്കാനാകുമെന്ന് നിയമവിദഗ്ധരുമായി സജീവമായി കൂടിയാലോചിക്കുകയാണ് താനെന്ന് മേയർ പറഞ്ഞത്. രാജ്യാന്തര ക്രിമിനൽ കോടതി കുറ്റം ചുമത്തിയ ഒരു യുദ്ധ കുറ്റവാളിയാണ് നെതന്യാഹു എന്ന വാദമുയർത്തിയാണ് മന്ദാനി വിമർശനം ഉയർത്തുന്നത്. ലോകം പോയ വാർത്തയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.